1000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ടാങ് ഡൈനാസ്റ്റിയിൽ നിന്നും ബുദ്ധഗ്രന്ഥങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു മോങ് ഇന്ത്യയിലെത്തി. അത് ഇന്ത്യയിലെ മഹത്തായ മഗധ സാമ്രാജ്യത്തെയും ചൈനയിലെ ടാങ് ഡൈനാസ്റ്റിയും തമ്മിലുള്ള ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിന് കാരണമായി. അന്ന് ഇന്ത്യയിൽ അധികാരത്തിന് വേണ്ടി മഗധയ്ക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ യുദ്ധങ്ങളിൽ മഗധയെ സഹായിക്കുന്നതിനായി വാങ് എന്ന ഒരു സൈന്യാധിപനെ ചൈന ഇന്ത്യയിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഈ രണ്ട് സാമ്രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. AD 647 മഗധയിലെ ആനപ്പടയുടെ അധികാരിയായ അരുണാസ്തവ സ്വയം രാജാവാകുന്നതിന് വേണ്ടി മഗധയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതേ സമയത്ത് മഗധ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരുന്ന വാങ്ങിനെ അരുണാസ്തവ വഴിയിൽ വെച്ച് ആക്രമിക്കുകയുണ്ടായി. അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അവിടെ സംഭവിച്ചത്. ഒരുപാട് നേരം വാങ്ങും അദ്ദേഹത്തിന്റെ സൈന്യവും അരുണാസ്തവയ്ക്ക് നേരെ പോരാടിയെങ്കിലും അരുണാസ്തവയുടെ ആനപ്പടയോട് അധിക നേരം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഏകദേശം അരുണാസ്തവയുടെ മുന്നിൽ മുട്ടുകുത്താനായി അതേ സമയത്തായിരുന്നു മഗധ സാമ്രാജ്യത്തിലെ രാജ്ഞിയായ ഗീതാഞ്ജലിയുടെ ഉത്തരവ് പ്രകാരം സൈന്യാധിപൻ ഭീമ അങ്ങോട്ടേക്ക് വരുന്നത്. വാങ്ങും ഭീമയും തോളോട് തോൾ ചേർന്ന് പോരാടി. അവസാനം അരുണാസ്തവയെ തോൽപ്പിച്ച് ഇരുവരും അവിടുന്ന് രക്ഷപ്പെട്ടു. മാസങ്ങൾ യാത്ര ചെയ്ത് അവർ മഗധയിൽ എത്തിച്ചേർന്നു. അപ്പോഴേക്കും മഗധയുടെ പല നഗരങ്ങളെയും അരുണാസ്തവയുടെ സൈന്യം കീഴ്പ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ ടാങ് സാമ്രാജ്യത്തിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കാനായി രാജ്ഞിയായ ഗീതാഞ്ജലി ഭീമയെയും വാങ്ങിനെയും ചൈനയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. തങ്ങളെ രക്ഷിക്കുന്നതിന് പകരമായിട്ട് ഒരുപാട് വിലയുള്ള നിധിശേഖരങ്ങളും വളരെ അമൂല്യമായ വസ്തുക്കളും ടാങ് ഡൈനാസ്റ്റിയിലേക്ക് രാജ്ഞിയായ ഗീതാഞ്ജലി കൊടുത്തയച്ചു. ഇപ്പൊ ഭീമയും വാങ്ങും അവരുടെ സൈന്യത്തോടൊത്ത് ചൈന ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യാത്ര ചെയ്ത് അവരിപ്പോൾ ടാങ് സാമ്രാജ്യത്തിന്റെ അതിർത്തി കടന്നു. വഴിമധ്യേ മഞ്ഞ് വീണ് മരവിച്ച് കിടക്കുന്ന ഒരു തടാകം മുറിച്ച് കിടക്കേണ്ടതായിട്ട് വന്നു. ആ ഒരു സമയത്ത് വാങ് ഭീമയോട് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി ഈ ഒരു മഞ്ഞ് പാളിയുടെ മുകളിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇടിഞ്ഞ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ ഒരു സൈനികനും കൂടി നിങ്ങൾക്ക് അപ്പുറം കിടക്കാനായിട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പതിയെ മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ ഒരു വിധത്തില് അവർ തടാകത്തിന്റെ മറുകരയിലെത്തി. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വാങ് ഞെട്ടിപ്പോയി.